സുഗമോദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ത്യാഗരാജൻ കാണിച്ച മണ്ടത്തരത്തിൻ്റെ ബലമായി ചന്ദ്രോത്ത് വീട്ടിലും ചില പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നു. ദേവിക അമ്മയോട് മാപ്പ് ചോദിക്കുന്നെങ്കിലും രജനി അതിനെ എതിർക്കുന്നുണ്ട്. അമ്മയ്ക്കുണ്ടായ അപമാനം വീട്ടിൽ വെച്ച് മാപ്പ് പറഞ്ഞാൽ തീരുന്നതല്ല, മാധ്യമങ്ങളെ വിളിച്ചു വരുത്തി അവരുടെ മുമ്പിൽ വെച്ച് മാപ്പ് പറയണമെന്ന് പറയുമ്പോൾ നന്ദനാണെങ്കിൽ അതിനെ എതിർക്കുന്നു. അവൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്, എനിക്കുണ്ടായ അപമാനം അങ്ങനെയൊന്നും തീരുന്നതല്ലെന്ന് പ്രഭാവതിയും വെല്ലുവിളിച്ച് പറയുന്നു. അതേസമയം CP ആണെങ്കിൽ അരുന്ധതിയെ കാണാൻ വരുന്നു. നമ്മൾ അറിഞ്ഞതുപോലെയൊന്നുമല്ല മേഡം കാര്യങ്ങൾ, പ്രഭാവതി മേഡം വിജയിക്കാനാണ് ചാൻസ് കൂടുതലെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നു, അങ്ങനെയല്ലല്ലോ ഞാൻ അറിഞ്ഞിരിക്കുന്നത്, പ്രഭാവതിയും ദേവികയും വിജയിക്കാൻ ഈക്വൽ ചാൻസ് ആണെന്നാണല്ലോ അറിഞ്ഞതെന്ന് പറയുമ്പോൾ CP പറയുന്നു, ത്യാഗരാജൻ മേഡത്തെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞതാണ്, ശരിക്കും അങ്ങനല്ല. പ്രഭാവതി മേഡത്തെ കാണാതായതിനെ തുടർന്നും പ്രഭാവതി മേഡത്തിന് ആക്രമണമുണ്ടായതും ഇപ്പം അടുത്തിടയ്ക്ക് ശാരികയെ കാണാതായ പ്രശ്നങ്ങളെല്ലാം പ്രഭാവതിക്കാണ് അനുകൂലമായെന്ന് പറയുമ്പം അരുന്ധതി പറയുന്നു, യൂത്ത് വോട്ടേഴ്സ് എല്ലാം ദേവികയ്ക്ക് തന്നെ വോട്ട് ചെയ്യൂ. യൂത്ത് വോട്ടേഴ്സിനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല മേഡം, വോട്ട് ചെയ്യാൻ വരാൻ പോലും മടിയുള്ളവരാണ്, അവർക്ക് ഈ രാഷ്ട്രീയത്തിനോടൊന്നും യാതൊരു താല്പര്യവുമില്ല. അതൊക്കെ കേട്ടിട്ട് അരുന്ധതിക്ക് ആകെ ദേഷ്യവും സങ്കടമൊക്കെ വരുന്നു. എന്ത് വില കൊടുത്തും പ്രഭാവതി തോൽപ്പിച്ച് ദേവികയെ വിജയിപ്പിക്കണം എന്നൊക്കെ ഉറപ്പിച്ച് നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം മറഞ്ഞു നിന്ന് ഋഷി കേൾക്കുന്നുണ്ടായിരുന്നു. ഋഷിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രഭാവതിയെ വിളിച്ച് ഇലക്ഷന് മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്ന് പറയുമ്പം, നീ പോടാ ചെറുക്ക, പീറ ചെറുക്കനാ, നിന്നെ ഞാനൊരു ശത്രുവായിട്ട് പോലും കണ്ടിട്ടില്ല, കുട്ടിക്കളി മാത്രമായിട്ടേ അന്ന് എന്നെ തട്ടിക്കൊണ്ട് പോയതുപോലും കണക്കാക്കിയിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപമാനിക്കുന്ന സമയത്ത് ഋഷിക്ക് കലിയോട് കലിയാകുന്നു. കൂട്ടുകാരോട് പറയുന്നു, പ്രഭാവതിയോട് അന്ന് ഞാൻ വിട്ടയച്ചപ്പോൾ ഒരു വാണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇലക്ഷന് മത്സരിക്കാൻ പാടില്ലെന്ന്, പക്ഷേ അത് അവർ തെറ്റിച്ചു. മാത്രമല്ല ഇപ്പം ഞാൻ അവരെ വിളിച്ച് വിലക്കാൻ പോയപ്പം അവരെന്നെ കളിയാക്കി, അതിനുള്ള മറുപടി എനിക്ക് ഇന്ന് കൊടുത്തേ പറ്റൂ. 2 കാരണങ്ങൾ കൊണ്ടാണ് പ്രഭാവതിയെ കൊല്ലാൻ ഞാൻ പോകുന്നത്. ഒന്ന്, എന്നെ പഴയതുപോലെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവളാണ് ദേവിക, അവൾക്ക് വേണ്ടി. മറ്റൊന്ന്, എൻ്റെയും ലീനയുടെയും ജീവിതം തകർത്തതിൻ്റെ പേരിൽ. അങ്ങനെ പ്രഭാവതിയെ കൊല്ലാൻ ഉറപ്പിക്കുന്ന ഋഷിക്ക് എല്ലാ സപ്പോർട്ടും നൽകുന്നുണ്ട് കൂട്ടുകാർ, നിങ്ങൾ ആരും വരണ്ട, ഇതൊറ്റയ്ക്ക് ഞാൻ കൈകാര്യം ചെയ്തോളാമെന്നും പറഞ്ഞ് ഋഷി പോകുന്നു. ഇലക്ഷൻ പ്രചരണമൊക്കെ കഴിഞ്ഞ് പ്രഭാവതി വരുന്ന സമയത്ത് അടിയന്തരമായി ഒരു മരണം ഉണ്ട്, അതിനും കൂടി പോയേ പറ്റുള്ളെന്ന് നമ്മുടെ ഗിരീഷ് അറിയിക്കുന്നു. അതും പ്രകാരം ഫ്രഷായിട്ട് നമ്മുടെ പ്രഭാവതി അങ്ങ് പോകുന്നു. എന്നാൽ പ്രഭാവതി അവിടെ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ഋഷിയാണെങ്കിൽ രഹസ്യമായി അടുക്കള വാക്കിലൂടെ അകത്തേക്ക് കയറുന്നു. രജനി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഒരാൾ ഓടിപ്പോകുന്നതായിട്ട് അവൾക്ക് തോന്നി. അങ്ങനെ ദേവികയെ വിളിച്ച് അവിടെ എല്ലാം നോക്കുന്നുവെങ്കിലും ആരെയും കാണുന്നില്ല. ദേവിക പറയുന്നുണ്ട്, ചേച്ചിക്ക് ചുമ്മാ തോന്നിയതായിരിക്കും. അങ്ങനെ നോക്കുന്നതിനിടയ്ക്ക് അടുക്കളയുടെ ഡോർ തുറന്നു കിടക്കുന്നത് രജനി കാണുന്നു. രജനി ദേവികയോട് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഈ ഡോറ് ഞാൻ ലോക്ക് ചെയ്തതാണ്, പിന്നെ ആരാ തുറന്നതെന്ന്. അപ്പോൾ ഉറപ്പിക്കുന്നു ആരോ ഒരാൾ അകത്ത് കയറിയിട്ടുണ്ടെന്ന്. ഇതെല്ലാം മേലെ നിന്ന് നമ്മുടെ ഋഷിയാണെങ്കിൽ മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട്. ആകെ പെട്ടുപോയെന്ന് ഋഷിക്ക് മനസ്സിലായി. മേലത്തെ ഒരു റൂമിൽ കയറി ഒളിച്ചിരിക്കാൻ പോകുന്നു. രജനിയാണെങ്കിൽ അച്ഛനെയും ഗിരീഷിനെയും നന്ദനെയും എല്ലാവരെയും വിളിച്ചു വരുത്തുന്നുണ്ട്. അതിനിടയ്ക്ക് ഋഷിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതിനുള്ള മരുന്ന് കയ്യിൽ കരുതിയിട്ടുമില്ല. പാതിരാത്രി രഹസ്യമായി വീട്ടിലേക്ക് കയറി വന്ന ആൾ നല്ല ഉദ്ദേശത്തോടായിരിക്കില്ല വന്നതെന്ന് മനസ്സിലാക്കിയ രജനിയും ദേവികയും ആരാണെന്ന് പോലും നോക്കാൻ മേലത്തെ നിലയിലേക്ക് പോകുന്നില്ല. അതിനിടയ്ക്ക് ഋഷിയുടെ കണ്ടീഷൻ ആകെ വഷളാകുന്നു. നിലത്ത് വീണ് ശ്വാസം കിട്ടാതെ പിടയുന്നുണ്ട് പുള്ളി. രജനിയും ദേവികയും വിളിച്ചു പറഞ്ഞത് പ്രകാരം സിദ്ധുവും നന്ദനും പെട്ടെന്ന് അവിടേക്ക് വരുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അകത്ത് കയറി ആളാരാണെന്ന് മനസ്സിലാക്കാൻ പോകുമ്പോൾ രജനി അച്ഛനെ തടയുന്നുണ്ട്. വേണ്ട, എന്തായാലും പോലീസ് വന്നതിന് ശേഷം അവരാളെ പൊക്കട്ടെ, അച്ഛൻ അങ്ങോട്ടേക്ക് പോകണ്ട, ഇനി അവരുടെ കയ്യിൽ ആയുധങ്ങാണോ ഉണ്ടെങ്കിലോ എന്ന് പറയുന്നത് പ്രകാരം സിദ്ധു ആണെങ്കിൽ അവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെ പോലീസ് വന്ന് വീട്ടിലേക്ക് കയറാൻ ഒരുങ്ങുന്ന സമയത്ത് നന്ദു ആണെങ്കിൽ രജനിയോട് ചോദിക്കുന്നു, ദേവിക എന്തി, അവൾ അകത്തുണ്ട്. ആ സമയത്ത് പാഞ്ഞെത്തുന്നുണ്ട് നമ്മുടെ പ്രഭാവതിയും. ആളാരാ അകത്ത് കയറിയത്, എന്താ മോളെ, എന്താ പ്രശ്നമെന്നൊക്കെ രജനിയോട് വന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ലമ്മ, ഞാൻ ഫോൺ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആരോ ഒരാൾ രഹസ്യമായി അകത്തേക്ക് ഓടിപ്പോകുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നീട് അടുക്കള വാക്കിലെ ഡോറ് നോക്കിയപ്പം അത് തുറന്നു കിടക്കുന്നു. അപ്പോൾ അച്ഛനെയും പോലീസിനെയൊക്കെ ഇൻഫോം ചെയ്ത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ട് എല്ലാവരും കൂടി അകത്തേക്ക് കയറി പോകുമ്പോഴത്തേക്കും ഋഷിയാണെങ്കിൽ ബോധം കെട്ട് കിടക്കുന്നതാണ് കാണുന്നത്. ഇനി ഋഷിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചുവെന്ന് പോലും അറിയില്ല. കാരണം തക്ക സമയത്ത് ട്രീറ്റ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ, CPR കൊടുത്തില്ലെങ്കിൽ പുള്ളിക്ക് വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ വരാൻ പറ്റില്ല. ഇതിപ്പോൾ ആരും മൈൻഡ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഋഷിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അരുന്ധതി മുന്നും പിന്നും നോക്കില്ല. ഇതിനെ തുടർന്ന് സത്യങ്ങളെല്ലാം എല്ലാവരും അറിയുന്ന ആ ഒരു നിമിഷത്തിലേക്കായിരിക്കും മിക്കവാറും കഥ പോകുന്നത്. ഋഷി ആരാണെന്നും ഋഷിക്ക് എന്തുകൊണ്ട് പ്രഭാവതിയോട് ഇത്രയധികം ശത്രുത വന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ അധികം താമസിക്കാതെ അറിയാൻ സാധിക്കും.
ശരിക്കും പറഞ്ഞാൽ ഋഷിയാണ് പ്രഭാവതിയെ തട്ടിക്കൊണ്ടുപോയെന്നുള്ള കാര്യം ദേവിക അറിഞ്ഞുവെങ്കിലും ആരോടെയും പറഞ്ഞിരുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇനി ദേവിക അതെല്ലാം പുറത്തു പറയുമായിരിക്കും. എന്തായാലും ദേവികയുടെ വിജയത്തിന് വേണ്ടിയിട്ടായിരിക്കും ഋഷി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിയത് എന്നാണ് അന്നും കരുതുന്നത്. ഇന്ന് അതിൻ്റെ പിന്നിലെ രഹസ്യങ്ങൾ ചുരുളഴിയുമ്പോൾ പ്രഭാവതിയുടെ ഇമേജിന് തന്നെയാണ് അത് കോട്ടം സംഭവിക്കാൻ പോകുന്നത്. കാത്തിരിക്കാം ഋഷിക്ക് എന്ത് സംഭവിച്ചു എന്നറിയാൻ.